പപ്പായ എപ്പോഴും നമ്മൾ ചെരിച്ച് നട്ട് കഴിഞ്ഞാൽ വിളവും കൂടും. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പപ്പായയുടെ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും. പപ്പായയുടെ ഒക്കെ ഇടവിളയായിട്ട് ഇവിടെ വഴുതന ചെയ്തിട്ടുണ്ട് കേട്ടോ. കഞ്ഞക്കുഴിയിൽ നിന്ന് 30ഓളം കർഷകരാണ് വന്നിരിക്കുന്നത്. എന്താ കൃഷി വകുപ്പിൻ്റെ ടീം എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മാളയിലാണ് ഫീൽഡ് വിസിറ്റ്. ഇപ്പോൾ ഒരു പപ്പായ തോട്ടം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് നോക്കിയാൽ 1.5 മീറ്റർ ഡിസ്റ്റൻസിലാണ് പപ്പായ വെച്ചിരിക്കുന്നത്. നല്ല വിദഗ്ധമായിട്ട് പപ്പായ കൃഷി ചെയ്ത തോട്ടമാണ്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ 3 സ്റ്റെപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിങ്ങിന് ഈസി ആക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാകും. ഇതിപ്പോൾ ഫുള്ള് ഈൽഡിലേക്ക് വന്ന് തൊട്ട് അപ്പുറത്ത് അടുത്ത സ്റ്റേജ്. ഇപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജാണ് ഇത്. ഫുള്ള് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി വളവും വെള്ളമൊക്കെ കൊടുക്കാവുന്ന രീതിക്കാണ് അവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ നന്നായിട്ട് ഓർഗാനിക് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് വളരെ വിജയകരമായിട്ട് കൃഷി ചെയ്യുന്നൊരു തോട്ടാണ്. പപ്പായയുടെ ഒക്കെ ഇടവിളയായിട്ട് ഇവിടെ വഴുതന ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിലാണ് ചെറിയ ഈൽഡ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിലുണ്ടായ ഒരു എക്സ്പെൻസ് വഴുതനയുടെ നമുക്ക് കുറേയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. കണ്ടതേ നീല വഴുതനയാണ് ഇവിടെ ഫുള്ള് കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടത് നല്ല പപ്പായ നോക്കിയേ, പപ്പായ കണ്ടതേ. ഇതിൽ തന്നെ ഇപ്പം തന്നെ ഒരു 10-30ഓളം കാ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ അടിവളമായിട്ട് ചാണപ്പൊടി കോഴിക്കാട്ടും അടിവളമായിട്ട് നന്നായിട്ട് കൊടുത്തു. അതുകൊണ്ട് പിന്നെ എല്ലുപൊടിയും നമ്മളിപ്പോൾ ഒരു 2 പ്രാവശ്യം മണ്ണ് വെട്ടിക്കയറ്റി. ഇത്തിരി വെള്ളത്തിൻ്റെ ശല്യം കൂടുതലുണ്ടായിരുന്നു ഈ ഭാഗം. വെള്ളം ഉറവ് ഭയങ്കരമായിരുന്നു. അതിൻ്റെ സ്ലോപ്പായിരുന്നല്ലോ അങ്ങനെ. അപ്പോൾ മഴ നിന്നാലും കൂടെ ഉറവ് തിളക്കിയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ചെടിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ മൾച്ച് ഷീറ്റ് അങ്ങ് മാറ്റിയിട്ട് വേഗം തന്നെ മണ്ണ് വെട്ടിക്കയറ്റി. പിന്നെ ട്രിപ്പിൽ ബാക്കി വളങ്ങൾ ട്രിപ്പിൽ ചെയ്യും. പിന്നെ നമ്മൾ ഫോളിയാറ് കൊടുക്കലെല്ലാം കൊടുക്കും. നമ്മൾ പലപ്പോഴും ഈ വൈറസാണെന്ന് കാണുന്നത് പോലും ചിലപ്പോൾ വൈറസ് ആയിക്കൊള്ളുന്നില്ല. അത് ഓരോ ന്യൂട്രിയൻസ് ഡെഫിഷ്യൻസി ആയിട്ട് കാണിക്കുന്നതായിരിക്കാം. അപ്പോൾ അത് ഇത് രണ്ടും തിരിച്ചറിയാനുള്ള ഒരു വ്യത്യാസങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഇതിന് ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് അതിൻ്റെ അടിവളങ്ങളും മറ്റുള്ള വളങ്ങളും ഒക്കെ കൊടുക്കുക. രാസവളം പരമാവധി കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ പപ്പായയ്ക്ക് ഏറ്റവും നല്ല വിളവ് കിട്ടാനുള്ള ഒരു സാധ്യതയായിട്ട് കണ്ടേക്കണത്. പിന്നെ നിർബന്ധമായിട്ടും നമുക്ക് ബോറോണും കാൽസ്യവും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വിളവാണ്. പപ്പായ നമ്മൾ പല അസുഖങ്ങൾക്കും കഴിക്കുന്നത് തന്നെ എന്തിനാണ്, നമുക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ മണ്ണിൽ നിന്ന് തന്നെ കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ അത് ഏറ്റവും മറ്റുള്ള എന്താ പറയുക പഴങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പോഷകങ്ങളുള്ള ഒരു പപ്പായ ആകുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പോഷകങ്ങൾ നമ്മൾ കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ഏറ്റവും നന്നായിട്ട് അത് പരമാവധി 10 ദിവസത്തിലൊരിക്കലെങ്കിലും കൊടുത്തുകൊണ്ടിരുന്നാലാണ് ഏറ്റവും നല്ല വിളവുകളും മറ്റുള്ള അസുഖങ്ങളൊക്കെ കുറവ് കാണിക്കുന്നത്. പിന്നെ മഴ അങ്ങനെയുള്ള സമയങ്ങൾ ഏറ്റവും ദോഷം ചെയ്യണ ഒരു ചെടിയും കൂടിയിട്ടാണ് പപ്പായ. എപ്പോഴും കർഷകർ പരാജയപ്പെടുന്നത് മാർക്കറ്റ് ചെയ്യാനാണ്. അപ്പോൾ മാർക്കറ്റ് നമ്മളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആ ക്ലസ്റ്ററിൽ വരുന്നതിൽ 50% ഞങ്ങളുടെ ഉള്ളൂ. പിന്നെ നമ്മൾ മറ്റുള്ള കർഷകരെ നമുക്ക് കളക്ട് ചെയ്യണം. അങ്ങനെയും കൂടിയിട്ടാണ് നമുക്ക് ആ ഷോപ്പ് മുന്നോട്ട് പോകാൻ പറ്റണം. ചെരിച്ച് നട്ട് കഴിഞ്ഞാൽ വിളവും കൂടും. നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പപ്പായയുടെ ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും. ഏറ്റവും കുറ്റിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ അടിയിൽ നിന്ന് തുടങ്ങി കായ പിടിക്കാനുള്ള ഒരു സൂത്രം അതാണ് നമ്മൾ ചെരിച്ച് നടുക എന്നുള്ളത്. അപ്പോൾ അത് കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പോൾ അപ്പുറത്ത് പലതും നേരെ നിൽക്കുന്നത് ഒരുപാട് ഹൈറ്റിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ ചെരിച്ച് നമ്മൾ നട്ടത് ഒരു നിലത്തുനിന്ന് ഒരു 2 അടി ഹൈറ്റിൽ തന്നെ നമുക്ക്